ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ് ഇന്ത്യ ഒരു രാജ്യത്തെയോ സംസ്കാരത്തെയോ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ അനേകം പേർ ഇന്ത്യ ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്നും തുടർന്നു പോരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരെയുള്ള ഏതൊരു കടന്നാക്രമണത്തെയും ചോദ്യം ചെയ്യാനുള്ള ശക്തിയും പ്രാപ്തിയും ഇന്നത്തെ ഇന്ത്യക്ക് സ്വന്തമാണ്. ഇന്ത്യ നേരിടേണ്ടി വരുന്ന യുദ്ധമോ അതിന് സമാനമായ സാഹചര്യത്തിലോ ഇന്ത്യയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി ദൃഢബന്ധം പുലർത്തുന്ന ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കുന്ന 10 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 10-ാമതായി ഇറാൻ. ഇന്ത്യയും ഇറാനും പരസ്പര ധാരണയും ഗാഢസൗഹൃദവും പുലർത്തുന്ന 2 രാജ്യങ്ങളാണ്. ഇറാനിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. അതുപോലെ ഇന്ത്യയുടെ സഹായത്തോടെ പലതരം വികസന തുറമുഖങ്ങളും തീരദേശ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇറാൻ നടത്തിവരുന്നു. ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ അമേരിക്ക വളരെയധികം ശ്രമിച്ചിരുന്നുവെങ്കിലും കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്തത്. അടുത്തിടെ പോലും അർമേനിയയിൽ ആയുധങ്ങൾ എത്തിച്ചു നൽകാൻ ഇന്ത്യ ഇറാൻ തുറമുഖമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നതിൽ നിന്നും ഇന്ത്യ ഇറാൻ ബന്ധം നമുക്ക് ഊഹിക്കാൻ കഴിയും. നിലവിൽ അമേരിക്കൻ ഉപരോധ ഭീഷണി പോലും തള്ളിക്കളഞ്ഞ് ചാബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഇറാനും കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യക്കൊപ്പം ഇറാനും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 9-ാമതായി ഫിലിപ്പൈൻസ്. ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ വാണിജ്യ സമുദ്ര മേഖലകളിൽ മികച്ച ബന്ധം സൂക്ഷിക്കുന്ന 2 രാജ്യങ്ങളാണ്. ഫിലിപ്പൈൻസ് ചൈനയുമായി ശത്രുതയിലാണ് എന്നതുകൂടാതെ ഇന്ത്യയുമായി സൈനിക ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഫിലിപ്പൈൻസ്. അടുത്തിടെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങാനുള്ള കരാറിൽ ഫിലിപ്പൈൻസ് ഒപ്പുവെക്കുകയും ആദ്യത്തെ ബ്രഹ്മോസ് ബാച്ച് ഇന്ത്യ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഫിലിപ്പൈൻസ് വഴി ചൈനയ്ക്കെതിരെ മികച്ച നീക്കങ്ങൾ നടത്താനും ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. മാത്രമല്ല ചൈന പോലെയുള്ള ഒരു രാജ്യത്തെ എതിർക്കാൻ ഇന്ത്യയുടെ സഹായം ആവശ്യമാണെന്ന് ഫിലിപ്പൈൻസും വിശ്വസിച്ചു പോരുന്നു. ഇതിനാൽ തന്നെ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനും പാകിസ്ഥാനുമായോ ചൈനയുമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യ സഹായഹസ്തം നീട്ടുന്ന രാജ്യങ്ങളിലൊന്ന് ഫിലിപ്പൈൻസ് ആയിരിക്കും. 8-ാമതായി ബ്രിട്ടൻ. ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾ നീണ്ട ഭരണം നടത്തുകയും ചൂഷണം നടത്തുകയും ചെയ്ത ബ്രിട്ടൻ ഇന്ന് ഇന്ത്യയുമായി സൗഹൃദ ബന്ധം പുലർത്തിപ്പോരുന്നു. 2 രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ വ്യവസായ സൈനിക മേഖലകളിൽ കുറ്റമറ്റ ബന്ധം പുലർത്തിപ്പോരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ബ്രിട്ടൻ ഇന്ത്യയാണ് നിലവിൽ പിന്തുണയ്ക്കുന്നത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ 3 സൈനിക സർവീസ് സ്ഥലങ്ങളിലും സജീവമായ പ്രതിരോധ സഹകരണമുണ്ട്. അതോടൊപ്പം 3 സൈനിക സർവീസുകൾ തമ്മിലുള്ള സംയുക്ത അഭ്യാസങ്ങളും വിശാലമായ കൈമാറ്റങ്ങളും പരസ്പരം അംഗീകരിച്ച അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടത്തിപ്പോരുന്നു. 2023 ഇന്ത്യയും ബ്രിട്ടനും സംയുക്തമായി നടത്തിയ അജയ് വാരിയർ എന്ന എക്സർസൈസ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഈ ഊഷ്മള ബന്ധം സൂചിപ്പിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ പോലും ശക്തമായ സൗഹൃദ രാജ്യമായി ബ്രിട്ടൻ നിലയുറപ്പിക്കുമെന്ന് തന്നെയാണ്. 7-ാമതായി വിയറ്റ്നാം. ഇന്ത്യയും വിയറ്റ്നാമും വളരെ നല്ല ബന്ധം നിലനിർത്തിപ്പോരുന്നു. അടുത്തിടെ വിയറ്റ്നാം അവരുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി. ഇതിന് ഇന്ത്യയായിരുന്നു വിയറ്റ്നാമിനെ സഹായിച്ചത്. വാണിജ്യ സൈനിക ബന്ധങ്ങൾ പുലർത്തുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യയും വിയറ്റ്നാമും. ചൈനയുടെ ആക്രമണത്തെയും പരാക്രമത്തെയും തടയാൻ ഇരു രാജ്യങ്ങളും പദ്ധതികൾ തയ്യാറാക്കുന്നുമുണ്ട്. ഇവ കൂടാതെ വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങാൻ താൽപ്പര്യപ്പെടുന്ന രാജ്യം കൂടിയാണ്. ഇന്ത്യയും വിയറ്റ്നാമും വിൻബാക്സ് എന്ന പേരിൽ സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ഇവ വിയറ്റ്നാമിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ യുദ്ധ സാഹചര്യത്തിൽ പോലും ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം എന്നത്. 6-ാമതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അമേരിക്ക അവരുടെ ലാഭത്തിനായാണ് രാജ്യങ്ങളെ അവരുടെ ശത്രുക്കളായും മിത്രങ്ങളായും മാറ്റാറുള്ളത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ് നിലവിൽ പുലർത്തിപ്പോരുന്നത്. അമേരിക്ക ഇറാൻ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വരെ ഇന്ത്യയെ ക്ഷണിക്കുകയുണ്ടായി. കൂടാതെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. ഇത് ലോകരാജ്യങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ ശക്തി തന്നെയാണ് കാണിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര വാണിജ്യ സൈനിക ധാരണകൾ പാലിച്ചു പോരുന്നു. നാറ്റോ രാജ്യങ്ങൾക്ക് മാത്രം നൽകിയിരുന്ന ആയുധങ്ങൾ അമേരിക്ക ഇഷ്ടാനുസരണം നിലവിൽ ഇന്ത്യക്കും നൽകി വരുന്നു. അപ്പാച്ചെ ഹെലികോപ്റ്റർ, ചിനൂക്ക് ഹെലികോപ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന ആധുനിക ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ നിലവിൽ വാങ്ങുന്നുണ്ട്. അതായത് ഏത് രാജ്യവുമായാണ് ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് എന്ന് നോക്കിയായിരിക്കും യുദ്ധത്തിൽ അമേരിക്ക ഇന്ത്യയെ സഹായിക്കുക. 5-ാമതായി ദക്ഷിണ കൊറിയ. ഇന്ത്യയും ദക്ഷിണ കൊറിയയും മികച്ച ഉഭയകക്ഷി ബന്ധം സൂക്ഷിക്കുന്ന 2 രാജ്യങ്ങളാണ്. നിരവധി വ്യാപാര സാങ്കേതിക സൈനിക കരാറുകൾ പരസ്പരം ഒപ്പിട്ട 2 രാജ്യങ്ങൾ കൂടിയാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 5-ാമത്തെ നിക്ഷേപമുള്ള രാജ്യം കൂടിയാണ് ദക്ഷിണ കൊറിയ. K9 വജ്ര പോലെയുള്ള കരുത്തുറ്റ ആയുധങ്ങൾ ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ചു പോരുന്നു. അടുത്തിടെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളായ INS ശിവാലിക്കും INS കമ്മോറത്തെയും ദക്ഷിണ കൊറിയ സന്ദർശിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ദക്ഷിണ കൊറിയൻ നാവികസേനയും അടുത്തിടെ സംയുക്ത നാവികാഭ്യാസങ്ങൾ നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇത്രയും ശക്തമായതിനാൽ ഇന്ത്യയുടെ ഏത് ആപത്ത് ഘട്ടത്തിലും ദക്ഷിണ കൊറിയ ഒപ്പമുണ്ടാകും. 4-ാമതായി ജപ്പാൻ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത് വളരെ പുരാതനവും ദൃഢവുമായ ബന്ധമാണ്.
ഇന്ത്യയും ജപ്പാനും ഏത് സാഹചര്യത്തിലും പരസ്പരം സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾ കൂടിയാണ്. ഇന്ത്യ ചൈന സംഘർഷത്തിൽ പരസ്പരമായി പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് ജപ്പാൻ. സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാകാൻ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം കൂടിയാണ് ജപ്പാൻ. ഇന്ത്യയിൽ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നതിന് പിന്തുണയും സഹായവും നൽകിയത് ജപ്പാനായിരുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയും ജപ്പാന്റെ സഹായത്തോടെയാണ് നിലവിൽ നടന്നുപോരുന്നത്. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തം ഏഷ്യയിലെ ഒരു ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഇത് കേവലം സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമപ്പുറം ഇരു രാജ്യങ്ങളുടെയും വളർച്ചയ്ക്കും നൂതനത്വത്തിനും ഊർജം പകരുന്ന ഒരു സഹകരണ ശ്രമമായി മാറുന്നു. അതിനാൽ തന്നെ ഏത് സാഹചര്യത്തിലും ഇന്ത്യയെ സഹായിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ജപ്പാനും. മൂന്നാമതായി ഫ്രാൻസ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത് അഗാധമായ ബന്ധം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളകളിൽ നിരവധി മേഖലകളിൽ പരസ്പര സഹായത്തിന് ധാരണയായിരുന്നു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയ രാജ്യം കൂടിയാണ് ഫ്രാൻസ്. അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനും ഫ്രാൻസുമായി ഇന്ത്യ ധാരണയായിരുന്നു. റഫാൽ ഫൈറ്റർ ജെറ്റുകൾ, സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു. ന്യൂക്ലിയർ സബ്മറൈൻ പ്രോജക്റ്റും ഇരു രാജ്യങ്ങളുടെയും സൈനിക കരാറുകളിൽ ഉൾപ്പെടുന്നു. എങ്കിലും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തിന്റെ പ്രതീകമായ റഫാൽ ജെറ്റുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളെയും സുരക്ഷിതവും ശക്തവുമാക്കുന്നു. ചരിത്രപരമായി മറ്റു ചില രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫ്രാൻസ് ഇന്ത്യയുടെ സിവിലിയൻ ആണവ പദ്ധതിയെ പിന്തുണച്ചിരുന്നു. ഇത് 2008 നാഴികക്കല്ലായി അറിയപ്പെടുന്ന ഇന്തോ ഫ്രഞ്ച് ആണവ കരാറിലേക്ക് നയിച്ചു. ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ CNES-ഉം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും വിവിധ ബഹിരാകാശ പദ്ധതികളിൽ സഹകരിച്ചു പോരുന്നു. അതിനാൽ യുദ്ധങ്ങളെയോ മറ്റ് ദുഷ്കര പരിസ്ഥിതി പ്രശ്നങ്ങളെയോ തരണം ചെയ്യാൻ ഫ്രാൻസ് എന്നും ഇന്ത്യക്കൊപ്പമുണ്ടാകും. രണ്ടാമതായി റഷ്യ. ഏതൊരു പരിസ്ഥിതിയിലും ഇന്ത്യയെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി ലോകത്തോട് തന്നെ ഇടഞ്ഞ സുഹൃത്ത് രാജ്യമാണ് റഷ്യ. UN-ലും ഇന്ത്യക്ക് വേണ്ടി വാദിക്കുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. ഐക്യരാഷ്ട്രസഭയിൽ ചൈനയും പാകിസ്ഥാനും കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്ര വിഷയമാക്കണമെന്ന നിലപാടുമായി നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പോരാടിയത് റഷ്യയായിരുന്നു. ഇന്ത്യയുടെ ആയുധശേഖരത്തിലേക്കുള്ള റഷ്യയുടെ സംഭാവനകൾ വാക്കുകൾക്കും അതീതമാണ്. യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ, ഡിസ്ട്രോയറുകൾ, അന്തർവാഹിനികൾ, വിമാനവാഹിനികൾ, അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ, ലോകത്തിലെ തന്നെ നൂതനമായ മിസൈലുകൾ തുടങ്ങി എല്ലാത്തരം ആയുധങ്ങളും റഷ്യ ഇന്ത്യക്ക് നൽകിയിരുന്നു. ഇവ കൂടാതെ ന്യൂക്ലിയർ ടെക്നോളജി മുതൽ സ്പേസ് ടെക്നോളജി വരെ ഇന്ത്യയുമായി ഷെയർ ചെയ്യുന്നുണ്ട് റഷ്യ. ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യം തന്നെയാണ് റഷ്യ. ഒന്നാമതായി ഇസ്രായേൽ. രൂപീകരണം മുതൽ ഇന്ത്യയുമായി ഗാഢബന്ധം പുലർത്തി വരുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യയുടെ ഏതൊരു അപകടസ്ഥിതിയിലും സഹായഹസ്തവുമായി ഇസ്രായേൽ മുന്നിൽ തന്നെ ഉണ്ടാകും. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ഇസ്രായേലിന്റെ സഹായം തന്നെയായിരുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറുന്നതിൽ യാതൊരു സങ്കോചവും കാണിക്കാത്ത രാജ്യവുമാണ് ഇസ്രായേൽ. ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഏതൊരു രാജ്യം ഇന്ത്യ ആക്രമിച്ചാലും അവർ ഇസ്രായേലുമായും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നത്. നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ മുൻനിര വിതരണക്കാരിൽ ഒരാളാണ് ഇസ്രായേൽ എന്ന രാജ്യം. ഇത് സുരക്ഷാ ഭീഷണികളെ നേരിടാൻ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയെ സജ്ജരാക്കുന്നു. അതിനാൽ ലോകത്തിലെ ഏതൊരു രാജ്യം ഇന്ത്യയെ ആക്രമിച്ചാലും അവരെ തോളോട് തോൾ ചേർന്ന് എതിരിടാൻ ഇസ്രായേലും ഇന്ത്യക്കൊപ്പമുണ്ടാകും. ഇന്ത്യയോടൊപ്പം UN-ലായാലും യുദ്ധത്തിനായാലും ഒപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന 10 ലോകരാഷ്ട്രങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ലോകത്തിലെ ഒരു രാജ്യവും സ്ഥായിയായി ശത്രുക്കളെയും മിത്രങ്ങളെയും സൂക്ഷിക്കാറില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.